ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരളത്തിൽ അതിശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. 8ഓളം ജില്ലകളിലാണ് റെഡ് അലേർട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ CM പിണറായി വിജയൻ സാർ തന്നെ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ത്രൂ ഒരുപാട് മെസ്സേജുകൾ കൈമാറുന്നുണ്ട്. അതിതീവ്രമായ മഴയാണ്. 8 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. 2 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിലാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 14 ജില്ലകളിലും ശക്തമായ മഴ തന്നെയായിരിക്കും. റെഡ് അലേർട്ട് എന്ന് പറയുന്നത് അത്രമേൽ അലേർട്ടായിരിക്കണം. ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് വരെ പോയേക്കാം. ഉരുൾപൊട്ടലുകൾക്കോ അതിശക്തമായ തീവ്രമായ മഴയുടെ അടിസ്ഥാനത്തിൽ പുഴകൾ കര കവിഞ്ഞൊഴുകുകയും എല്ലാം ചെയ്തേക്കാം. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് മുൻകരുതലുകൾ അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ എന്താ പറയുക, നമ്മുടെ മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജൂലൈ 30-ാം തീയതി നിങ്ങൾ കൃത്യമായി കേരളത്തിൻ്റെ അലേർട്ടിൻ്റെ മാപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നാളെ ജൂലൈ 31-ാം തീയതി 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വടക്കൻ കേരളത്തിലേക്കാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലേക്കാണ് ഈ ഒരു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി യെല്ലോ അലേർട്ടാണ്. താഴെകളിൽ നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് വരുന്നത് ഗ്രീൻ അലേർട്ടാണ്. അവിടെ മഴയുടെ അളവ് വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ നാളെ കേരളത്തിലെ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകളും ട്യൂഷൻ സെന്ററുകളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ 31-ാം തീയതി പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ. പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്ന സാഹചര്യത്തിൽ നാളെ വെച്ച് നോക്കുമ്പോൾ ഒരു യെല്ലോ അലേർട്ടിലേക്കാണ് വരുന്നതെങ്കിലും ഇന്നത്തെ കേസിൽ ഓറഞ്ച് അലേർട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു കേസിൽ എന്താണ്, നാളെ നമ്മുടെ കോളേജുകളും സ്കൂളുകളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പത്തനംതിട്ട ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ നാളത്തെ ദിവസം ഈ റെഡ് അലേർട്ട് തുടരുന്ന ജില്ലകളിലും ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ജില്ലകളിൽ കൃത്യമായിട്ട് നാളെ സ്കൂളുകളും കോളേജുകളും പ്രഖ്യാപിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു ചാനലിലൂടെ ലഭിച്ചിരിക്കും കേട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.